നമസ്കാരം. മിനി സ്ക്രീൻ മലയാളത്തിൻ്റെ ഇന്നത്തെ കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളകാപ്പിന് വന്ന നയനയുടെ അച്ഛനും അമ്മയും നന്ദുവും തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞ് ആദർശിൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുകയാണ് മുത്തശ്ശൻ്റെ രോഗത്തെപ്പറ്റിയും. എവിടെ കൊണ്ടുപോയായാലും അദ്ദേഹത്തെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തണമെന്ന് ദേവയാനി ഭർത്താവിനോട് പറയുന്നുണ്ട്. ആദർശ് ഇത്ര വലിയ ദുഃഖം മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണല്ലോ, എന്നിട്ടും ഞാൻ അവന് ഒരുപാട് കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയോ ഒക്കെ ചെയ്തല്ലോ എന്നൊക്കെ ദേവയാനി വിഷമത്തോടെ പറയുന്നുണ്ട്. അവന് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു എന്നൊക്കെ ഭർത്താവിനോട് പറയുന്നുണ്ട്. ആദർശ് എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം അമ്മയെ വിഷമിപ്പിക്കാതെ, നയനയെ വിഷമിപ്പിക്കാതെ, മുത്തശ്ശനെ വിഷമിപ്പിക്കാതെ എല്ലാം കൂടി നോക്കാനും ആദർശിനെ കൊണ്ട് കഴിഞ്ഞില്ല. നയനയും മുത്തശ്ശനെ സന്തോഷിപ്പിക്കുമ്പോൾ അമ്മയ്ക്കത് വിഷമമാകുന്നു. മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ആദർശ് നയനയായി സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് അഭിനയിച്ച് കാണിച്ചത്. പക്ഷേ ദേവയാനിക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതെല്ലാം ഓർത്തവർ വളരെ വിഷമത്തോടെ ആദർശ് വലിയ വീർപ്പുമുട്ടൽ അനുഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു. ആദർശ് അമ്മയോട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. താൻ ആദർശിനെ ഒരുപാട് വിഷമിപ്പിച്ചല്ലോ എന്നോർത്ത് ഒരു സങ്കടത്തിൽ ദേവയാനി മകനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതേസമയം തന്നെ നവ്യയും നയനയും തമ്മിൽ വാക്കുതർക്കം നടക്കുകയാണ്. നവ്യ സ്വന്തം ഭാഗം ന്യായീകരിക്കുകയും മുത്തശ്ശൻ്റെ രോഗത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു. മുത്തശ്ശൻ്റെ കാലം പെട്ടെന്ന് കഴിഞ്ഞാൽ നവ്യയ്ക്ക് സ്വത്തുക്കളൊക്കെ കിട്ടുമല്ലോ എന്നുള്ള ഒരിതിൽ നവ്യ ഓരോന്ന് സംസാരിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന നയന നവ്യയെ അടിക്കുന്നു. നയന മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആദർശ് നയനയോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. നിനക്ക് ഭാര്യയെന്ന ഒരു പരിഗണനയും ഇനിമേൽ ഉണ്ടാകുകയില്ലെന്നും തെറ്റ് ചെയ്തതിനേക്കാൾ തെറ്റിന് കൂട്ടുനിന്നതാണ് തന്നെ ഏറ്റവും വിഷമിപ്പിച്ചതെന്നും ഒക്കെ ആദർശ് നയനയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. നയന ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ജലജയുടെ വാക്ക് കേട്ട് ദേഷ്യം വന്ന് നവ്യയുമായിട്ടൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അഭിയാണെങ്കിൽ ബാറിൽ വെച്ച് ഒരുത്തനുമായി കൂട്ടിമുട്ടുകയും അവർ തമ്മിൽ വഴക്കുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ വഴക്കിൻ്റെ അവസാനം നവ്യയെപ്പറ്റി മോശമായി അഭിയോട് സംസാരിക്കുന്നു. അവൻ്റെ പേര് നിർമ്മലെന്നാണെന്നും അവനും നവ്യയും കാമുകന്മാരായിരുന്നുവെന്നും അവൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ടെന്നും അഭിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ വന്ന് ശരിയാക്കും എന്ന് പറഞ്ഞു. താനീ പറഞ്ഞ കാര്യങ്ങൾ നവ്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ റെഡിയാണെന്ന് നിർമ്മൽ അഭിയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അഭി നിർമ്മലിന് കൈ കൊടുത്ത് പിരിയുകയാണ് ചെയ്യുന്നത്. അഭി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അനന്തപുരിയിൽ നയനയുടെ ജീവിതം കൂടുതൽ വിഷമത്തോടെ ആവുകയാണ്. ദേവയാനിയും ജലജയും അടുക്കളയിൽ ചെന്ന് നയനയെ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ മീനാക്ഷിക്ക് കൂടി ഇനി വെച്ച് കൊടുക്കണം, ഇവിടുത്തെ വേലക്കാരിയുടെ സ്ഥാനമേ നിനക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയനയെ ഒരുപാട് കുത്തി നോവിക്കുകയാണ് ചെയ്യുന്നത്. അത് കേട്ട് മീനാക്ഷിക്ക് വരെ വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ റിസപ്ഷൻ്റെ ഫോട്ടോയൊക്കെ അനന്തപുരിയിൽ കിട്ടുമ്പോൾ ആദർശ് നയനയും ഒത്ത് നിൽക്കുന്ന ഫോട്ടോ വലിച്ചു കീറി താഴെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന നയനയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നു. മുത്തശ്ശിയും ഇളയമ്മയൊക്കെ ഇത് കാണുമ്പോൾ അവരും സങ്കടത്തോടെ ആദർശിനെ ഓരോന്ന് പറയുന്നുണ്ട്. അതുപോലെ മുത്തശ്ശൻ്റെ മരുന്ന് തീർന്ന വിവരം പറയാൻ ആദർശിനെ നയന ഫോൺ വിളിക്കുമ്പോൾ ആദർശ് ഫോൺ എടുക്കത്തില്ല, കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് റിജക്ഷൻ ലിസ്റ്റിലാണെന്നുള്ള ഇത് കിട്ടുകയും ചെയ്യുന്നു. നയനയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നയനയുടെ അടുത്ത് അഭി വന്ന് ഓരോ സമാധാന വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അഭിയും നിർമ്മലും വീണ്ടും ബാറിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അഭി നിർമ്മലിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടോ കയ്യിൽ, എങ്കിൽ അത് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യൂ എന്ന് പറയുന്നു. നിർമ്മൽ കുറച്ച് ഫോട്ടോസൊക്കെ അഭിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്.
അഭി ഇതൊക്കെ ഒരു പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ്. അഭിക്ക് എങ്ങനെയെങ്കിലും നവ്യെ ഒഴിവാക്കണമെന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. അതിന് പറ്റിയ ഒരു മാർഗം തുറന്നു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവന്. അനന്തപുരിയിൽ ഈ സമയം ജലജ മുത്തശ്ശൻ്റെ മുറിയിലെത്തുന്നു. അങ്ങനെ പതിവില്ലാതെ ചെന്നതായതുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കരുതി. അങ്ങനെ അതല്ല കാര്യമെന്ന് മുത്തശ്ശന് മനസ്സിലായി. അപ്പോൾ ജലജ കാര്യം പറയുന്നുണ്ട്, അഭിക്ക് അർഹമായ ഒരു സ്ഥാനം കൊടുക്കണം, അതായത് സ്വത്തുക്കളൊക്കെ ന്യായമായ ഒരു പങ്ക് വേണമെന്നുള്ള കാര്യം പരോക്ഷമായി ജലജ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം, എല്ലാം എൻ്റെ മനസ്സിലുണ്ട് എന്ന്. ജലജ ഇത് കേട്ട് സമാധാനത്തോടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി ഇത് കാണുന്നുണ്ട്. പതിവില്ലാതെ അച്ഛൻ്റെ അടുത്ത് വന്ന് എന്താണെന്ന് അദ്ദേഹത്തോട് വന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾക്ക് പറയാനുള്ളത് ഒരു കാര്യമല്ലേ ഉള്ളൂ, അതവൾ പറഞ്ഞിട്ട് പോയി എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ആദർശിൻ്റെ സ്വഭാവമാറ്റത്തിൽ സങ്കടപ്പെട്ട് നയന നടക്കുകയാണ്. റോഡിൽ വെച്ച് അങ്ങനെ കനകയെ കാണുന്നുണ്ട്. അവർ അമ്മയും മകളും കുറേ നേരം സംസാരിക്കുകയും നയന അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കനക മകളെ ആശ്വസിപ്പിച്ച് വിടുന്നു. അതേപോലെ അനിയ ആദർശിനെ ഒരുപാട് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ്റെ മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നയന ഫോൺ വിളിച്ചതെന്നും ആദർശ് ഫോൺ എടുക്കാത്തതിൽ മുത്തശ്ശന് വലിയ വിഷമമാണെന്നൊക്കെ അനി ആദർശിനോട് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി പുതിയൊരു ഡോക്ടറുടെ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. മുത്തശ്ശനെ ട്രീറ്റ് ചെയ്യാൻ ആ ഡോക്ടറാണ് നല്ലതെന്ന് അവരൊരു തീരുമാനത്തിലൊക്കെ എത്തുന്നുണ്ട്. ആദർശും അമ്മയും അതിനുശേഷം മുത്തശ്ശൻ്റെ മുറിയിലെത്തുന്നു. മുത്തശ്ശൻ ആദർശിനെ വീണ്ടും വഴക്കൊക്കെ പറയുന്നുണ്ട്. നയന ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനും നയനയുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിനെയൊക്കെ. ആദർശ് മുത്തശ്ശനോട് സോറി പറയുകയൊക്കെ ചെയ്യുന്നു. ആദർശിനും ദേവയാനിക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ പോലും മുത്തശ്ശൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അവരമ്മയും മകനും നയനയെപ്പറ്റിയും മുത്തശ്ശനെ പറ്റിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ്റെ രോഗം മാറിയാലും നയനയെ വിട്ടുകളയാൻ പറ്റില്ലെന്ന് ആദർശ് ദേവയാനിയോട് പറയുന്നു. മുത്തശ്ശന് അതുപോലെ വളരെയധികം താല്പര്യമാണ് നയനയെന്നും യാതൊരു കാരണവശാലും നയന ആ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ലെന്നുമാണ് മുത്തശ്ശൻ പറയുന്നത്. ഇതിനിടയിൽ ആവിയും ജലജയും നവ്യെ ഒഴിവാക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു. അഭി 5 ലക്ഷം രൂപ അമ്മയോട് ചോദിക്കുന്നുവെങ്കിലും അമ്മ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. നയനയെ എങ്ങനെയും ഒഴിവാക്കാനാണെന്ന് പറയുമ്പോൾ 5 അല്ല 10 ലക്ഷം കൊടുക്കാനും തയ്യാറാണെന്ന് ജലജ പറയുന്നു. മുത്തശ്ശൻ അനന്തപുരിയിലേക്ക് വക്കീലിനെ വിളിച്ചു വരുത്തി സ്വത്ത് വിഭജിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാനായി. അതിനായി വിൽപ്പത്രം തയ്യാറാക്കുകയും ചെയ്തു. പിറ്റേ ദിവസം എന്താണെന്ന് പറയാമെന്ന് എല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം വക്കീൽ വരുമ്പോൾ വിൽപ്പത്രം ആദർശ് വായിച്ചു നോക്കുകയും ഉടൻ തന്നെ വലിച്ചു കീറി കളയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, മുത്തശ്ശനും മുത്തശ്ശിയുടെയും കൂടെ ജീവിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള ഒരു വർത്തമാനമാണ് ആദർശിന്. ജലജയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ദേവയാനിയും മകൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അച്ഛനും അമ്മയും ഉള്ളിടത്താണ് ഞങ്ങളും ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ മുത്തശ്ശൻ്റെയും മനസ്സ് മാറുകയാണ്. ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.